അമ്മായിയമ്മ മാത്രം ടേക്ക് കെയർ ചെയ്താൽ മതിയോ, സ്വന്തം അമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ ആയിട്ട്. അപ്പം മമ്മിയുടെ ഫേസിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. നല്ലോണം ഡാർക്ക് സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ ഇന്ന് എന്റെ പരീക്ഷണ വസ്തു പരീക്ഷിച്ച് ഞാനൊരു ഇന്നലെ എന്നെ കളിയാക്കിയിട്ട് നോക്കി ഇനി ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ മുഖത്ത് ആരെങ്കിലും ഇതൊക്കെ തേക്കോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടോ അമ്മ എന്തെങ്കിലുമൊക്കെ പറ. ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം അമ്മയുടെ വായിന്ന് എന്തെങ്കിലും ഒന്ന് ചാടാനായിട്ടോ. ഹായ്, ഐ എം ദിവ്യ പ്രിൻഡോ. ഹായ് മമ്മി. മമ്മിക്കുട്ടി. ഹായ് മമ്മിക്കുട്ടി. അപ്പൊ ഇന്ന് മമ്മിയുടെ ബ്യൂട്ടി ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാന്ന് ഓർത്തോണ്ടേ ഞാൻ ഇറങ്ങിയേക്കുന്നത്. മമ്മി ഇങ്ങനെ ആകെ മൊത്തം കണ്ണിന്റെ അടിയൊക്കെ ഡാർക്ക് സർക്കിൾ ആയത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. മമ്മി എന്ന് ലേറ്റ് ആയിട്ട് ഒരു നിശാപക്ഷിയാണ് മമ്മി അല്ലേ? 1 മണി 2 മണി എപ്പോഴും മമ്മിയുടെ കിടക്കുന്ന സമയം 1 മണി 2 മണിയൊക്കെയാണ് കേട്ടോ. എത്ര പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓരോ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തൊക്കെ ഇങ്ങനെ നടക്കണോ, കൊച്ചണീറ്റിരിക്കുകയൊക്കെ ചെയ്യും. മമ്മിയെ കൊണ്ട് വയ്യ, എന്നാലും മമ്മി ഇങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കും കേട്ടോ. കിടക്കാനൊക്കെ ഒത്തിരി വൈകും. അപ്പം മമ്മിയുടെ സൗന്ദര്യമൊക്കെ കുറച്ച് ഡള്ളായോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മമ്മി സുന്ദരിയാ, ഇത് പറഞ്ഞ് എന്നെ ആരും പറ്റിക്കിടാൻ ഒത്തിരി ഡള്ളായിട്ടുണ്ട്. മീൻസ് ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ട്, പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ട്, ടാൻ ഉണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് മാറ്റണ്ടേ. ഇതൊന്നിൻ്റെയും പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നത് കണ്ടു. മാർവൽ എക്സ്പോർട്സ് ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, പ്യുവർ ബീട്രൂട്ട് പൗഡറാണ്. നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് നല്ല കളറൊക്കെ വയ്ക്കും. മമ്മിക്ക് അറിയാവോ? കേട്ടിട്ടുണ്ടോ? പക്ഷെ മമ്മി തലയിൽ തേച്ചിട്ടുണ്ടാവൂല്ലേ ഹെന്ന ഉണ്ടാക്കുമ്പോൾ? എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? റിസൾട്ട് ഉണ്ടായിരുന്നു? കളറായിരുന്നു. ഓക്കെ. ബീട്രൂട്ട് ജ്യൂസ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് നമ്മളെ റേഡിയൻറ്റ് സ്കിന്ന് കിട്ടാൻ, അതുപോലെ ടാൻ പോകാൻ, ആക്നെ ഉണ്ടാവാണ്ടിരിക്കാൻ, പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട്. റിങ്കിൾസ് ഉണ്ടാവാതിരിക്കാൻ, പിന്നെ ഡാർക്ക് സർക്കിൾ റിമൂവ് ചെയ്യും, നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് വരുന്നത് കൊണ്ടാണ് അവരിത് മേടിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അത്യാവശ്യം വലിയൊരു മെഡിക്കൽ ഷോപ്പിലാണ് കേട്ടോ ഞാൻ കയറിയത്. അപ്പോൾ ഇതെനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ ഇത് മേടിച്ച് മാത്രമേ തന്നെ ട്രൈ ചെയ്തു കേട്ടോ. ഇന്നലെ ഞാനിത് പൊട്ടിച്ച് ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ഇത് മമ്മിക്കും കൂടെ ഒന്ന് ഇട്ട് തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് കേട്ടോ. കാരണം നല്ല റിസൾട്ട് ഉണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവും. നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് മമ്മിക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ. സാധാരണ ബീട്രൂട്ടൊക്കെ അരച്ച് മുഖത്ത് തേക്കുക 1-2 ദിവസമൊക്കെ നമ്മൾ ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മളത് വിടും. കാരണം നമുക്ക് ഡെയിലി ലൈഫിൽ സമയമില്ല. അപ്പം ഇങ്ങനെ പൗഡർ ഫോമിൽ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? മമ്മി എന്തെങ്കിലുമൊക്കെ പറ. ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം മമ്മിയുടെ വായിന്ന് എന്തെങ്കിലും ഒന്ന് ചാടാനായിട്ടോ. ഇത് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് എളുപ്പമുള്ളൂ. അതെ, കുറച്ച് പൊടി എടുക്കുക, കലക്കുക, തട്ടിക്കൂട്ടി മുഖത്തിടുക. ഇത് ഏറ്റവും നല്ല റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ വെറുതെ പച്ച വെള്ളത്തിലാണ് കേട്ടോ ഇന്നലെ മിക്സ് ചെയ്തിട്ട്. ഓറഞ്ച് ജ്യൂസ്, റോസ് വാട്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മീഡിയത്തിൽ മിക്സ് ചെയ്തിടുന്നതാണ് നല്ലത്. ഇത് നമുക്ക് അല്ലാതെ മമ്മിയുടെ മുഖത്തൊന്ന് ഇട്ട് നോക്കാം. എന്നിട്ട് മമ്മി എൻ്റെ റിസൾട്ട് ഒന്ന് പറ. മമ്മി ഇന്നലെ എന്നെ കളിയാക്കിയിട്ട് നോക്കി ഇനി ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ മുഖത്ത് ആരെങ്കിലും ഇതൊക്കെ തേക്കോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടോ മമ്മി. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പണ്ട് പപ്പ എന്നോട് പറയണ കാര്യമായിട്ട് നീ മുഖത്തിടുന്ന സാധനങ്ങളെല്ലാം ഉള്ളിലേക്ക് തിന്ന, അത്രയും ഗുണം കിട്ടുന്നൊക്കെ. അപ്പം ഇവരെല്ലാവരും എന്നെ ട്രോളുന്ന ആൾക്കാർ. എന്നാണെങ്കിലും മമ്മിക്ക് ഇതൊന്ന് ഇട്ട് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം. ഇത്ര എഴുതിയിട്ടുണ്ട്, നോ ഫില്ലേഴ്സ്, നോ കെമിക്കൽസ്, പ്ലാന്റ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഡീടോക്സിഫൈ സ്കിൻ, റെഡ്യൂസസ് ബ്ലെമിഷസ്, ഹൈഡ്രേറ്റ് ഹെയർ, എൻഹാൻസസ് ഹെയർ വോളിയം. ഇത് നമുക്ക് ഹെയറിലും സ്കിന്നിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിന് പേര് മാർവൽ എക്സ്പോർട്സ്. എനിക്ക് എന്നാണ് ഇത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വില വരുന്നത് 230 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. ട്രൈ ചെയ്താലോ? മമ്മിയാണ് ഇന്ന് എൻ്റെ പരീക്ഷണ വസ്തു. പരീക്ഷിച്ച് ഞാനൊരു പരീക്ഷണ വസ്തു ആവുന്നല്ലേ? മമ്മി ഒന്ന് മെഡിക്കാക്കി എടുക്കണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പം മമ്മിയുടെ ഫേസിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. നല്ലോണം ഡാർക്ക് സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പം അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും മമ്മി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മമ്മി അനങ്ങായിരുന്നു. ഒത്തിരി കയറി പോകരുത് കേട്ടോ മുഖത്തിന്. ഇല്ല, അതെന്താ അത്ര നിറം മതിയോ? ഇവിടെ നിറം വേണ്ടേ മമ്മിക്ക്? അതിന് മുടി വേണ്ടേ? എല്ലാം കളറാണ്. മുടിയൊക്കെ കളർ ചുമന്ന കളർ പിടിക്കും. എൻ്റെ മമ്മി അങ്ങനെയൊന്നും ഇല്ല. എങ്കിൽ പിന്നെ ഞാൻ ചുമന്നിരിക്കണ്ടേ? ഇന്നലെ ഫുള്ള് ഞാൻ ഇതിട്ടുണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം കൊച്ചു എന്നെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചെങ്കിലെന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിൻ്റെ അടുത്ത് പോയില്ല കേട്ടോ. മമ്മി ഇത് ഞാൻ ഇടട്ടെ? മമ്മി ഒന്ന് സമാധാനപ്പെടും കേട്ടോ. ഞാൻ മമ്മി ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ഇടണ്ടെന്നേ. ഇല്ല, ഞാൻ എക്സ്പേർട്ട് അല്ലേ. മമ്മിക്ക് എന്നിൽ വിശ്വാസമില്ലേ? ധൈര്യമായിട്ടിരിക്കുക മമ്മി. ചിന്നപ്പ്. അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു കേട്ടോ,
അമ്മായിയമ്മ മാത്രം ടേക്ക് കെയർ ചെയ്താൽ മതിയോ, സ്വന്തം അമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്നില്ലേ എന്നൊക്കെ കേട്ടോ. സ്വന്തം അമ്മയുടെ അടുത്ത് വരുമ്പോഴല്ലേ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ മീ? അതെ അതെ. പണ്ട് ഞാൻ മമ്മീനെ ടേക്ക് കെയർ ചെയ്തോണ്ടിരുന്നല്ലേ, പറഞ്ഞു കൊടുത്തേ മീ? അത് ശരിയാ, പണ്ട് ചെയ്തോണ്ടിരുന്നതല്ല. പണ്ട് ചെയ്തോണ്ടിരുന്നല്ലെന്നോ? എൻ്റെ പൊന്നേ മതി. ഡാർക്ക് സർക്കിളൊക്കെ മാറി മുടിക്കാണ്ടേ? നമ്മുടെ ഒരു 10 വയസ്സ് കുറയും കേട്ടോ ഇത് കഴിയുമ്പോൾ. ഇതേ മീ നാച്ചുറൽ ഫേഷ്യലാണ്. മമ്മി നേരത്തെ പണ്ട് എന്തൊക്കെയായിരുന്നു മമ്മി ചെയ്തോണ്ടിരുന്നത് സ്കിൻ നന്നായിട്ടിരിക്കാൻ വേണ്ടി? പണ്ടോ? എന്തെങ്കിലും പൊടിക്കൈകളുണ്ടായിരുന്നു നമ്മുടെ? വല്ലപ്പോഴും കസ്തൂരി മഞ്ഞൾ. മമ്മി ആർക്കും പറഞ്ഞു കൊടുക്കൂലെന്ന് തോന്നുന്നു. കസ്തൂരി മഞ്ഞൾ വല്ലപ്പോഴും അത്രേ ഉള്ളൂ. സമയം ഇല്ല. അതത്ര കുറഞ്ഞ സാധനം അല്ലല്ലോ മമ്മി കസ്തൂരി മഞ്ഞള്. ആ ഒരു ഒറ്റ സാധനം മതി കേട്ടോ സൗന്ദര്യം കൂടാനായിട്ട് അല്ലേ മമ്മി? പാൽപ്പാടേനെ മിക്സ് ചെയ്താണോ തേച്ചോണ്ടിരുന്നേ? ഇതൊക്കെ ഞാൻ ചോദിക്കുമ്പോഴാണ് പറയണം, ഒന്നും മമ്മി പറഞ്ഞു തരില്ല കേട്ടോ. ഒന്നും സമയമില്ലടി, വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. അതെ, ഞാൻ തന്നെ ഒളിച്ചെന്ന് കണ്ടുപിടിച്ച നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പ്രയോഗം. അതൊന്നും ഇല്ലതേ, എല്ലാം കാണാൻ പറ്റും. നാച്ചുറൽ ബ്യൂട്ടിയാണ്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അല്ലെന്നല്ലേ മീ? നമ്മളിങ്ങനെ മെനക്കെടാറില്ല. പിന്നെ ജന്മനാ ഒരു ഭംഗിയും കോലവും ഒക്കെ ഉണ്ട് മമ്മിക്ക് അല്ലേ? മറ്റേ ട്രോൾ ഇറങ്ങിയ പോലെ ജന്മന മമ്മിക്ക് ഒരു ഭംഗിയുണ്ട് കോലമുണ്ട്. എനിക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ മീ? എൻ്റെ പൊന്നേ മതി. മമ്മി വളരെ ഒരു കോളേജ് ബ്യൂട്ടി ആയിരുന്നു അല്ലേ മീ? എന്നൊക്കെ പറയുന്നു. അതെ, മമ്മിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. എൻ്റെ പൊന്നേ മതി. മമ്മീനെ അപ്പൻ നല്ലോണം ട്രോളുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടൊരു കോമാളിയെ പോലും ഉണ്ടെന്ന്. ജോക്കറിനകത്ത് ദിലീപിന്റെ കൂട്ടം. ഇതിന്റെ ഇടി ഈ വീഡിയോ കഴിയുമ്പോ കിട്ടാണ്ട് നോക്കിയാ പോയി. എൻ്റെ പൊന്നെ മതി. മമ്മി ഇതെന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ മാസ്ക് ആമി. ഇത് കണ്ടു കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ അപ്പനും ചോദിച്ചു എനിക്കും ഒരു ഇച്ചിരി എങ്ങനെയെന്നൊക്കെ പറഞ്ഞു വരും. കണ്ണി പോയാലും കുഴപ്പമൊന്നുമില്ല, കണ്ണിന്റെ കാഴ്ച കൂടും മമ്മി. എന്താ പൊന്നെ തുടച്ചല്ലേ നേരെ വെച്ച് കണ്ണിന്റെ മുകളിൽ തേക്കണ്ട. എന്റെ പൊന്നമ്മ ഇവിടെയൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ട്. അല്ലാത്ത സ്ഥലത്ത് അപ്പൊ അത്രയും വേറെ കളറിലിരുന്നോട്ടെ എന്നാ. അടി ഉണ്ടാക്കില്ല കേട്ടോ ഞാനുമായിട്ട്. മമ്മി മുടിയെ പറ്റിന്ന് ഓർത്ത് മമ്മിയുടെ മുടി ചുമന്നു പോകുന്നില്ല, ഒന്നും അനങ്ങാരിയാണ്. ഇതെല്ലാവരെ കൊണ്ടും വലിയ പാടാണല്ലോ. അവിടുത്തെ മമ്മീനെ ഞാൻ ഓടിച്ചിട്ട് മാസ്ക് തേപ്പിക്കുമായിരുന്നു. എനിക്കെന്താ ആവശ്യമെന്ന് അറിയില്ല. എല്ലാവരും വിചാരിക്കും ഞാൻ മാത്രം സുന്ദരിയായിട്ടിരുന്നാൽ മതി എന്ന് വിചാരിച്ചൂടെ എനിക്ക്? ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? എൻ്റെ നല്ല മനസ്സ് കാണാണ്ട് പോരുത്. ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ പുറത്ത് നല്ലൊരു മഴയൊക്കെ പെയ്യുവാണ് കേട്ടോ. മമ്മി ഇവിടെ മാസ്ക് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പാവം മമ്മി. മൊത്തം പെട്ട അവസ്ഥ അല്ലേ മമ്മി? അതെ അതെ അതെ. എന്താ മമ്മിക്ക് ഫീൽ ചെയ്യുന്ന? ഉറക്കം വരുന്നതാ? സാധാരണ നമുക്ക് മുടിയെ പണിയുമ്പോഴും മുഖത്തിടുമ്പോഴൊക്കെ എന്തെങ്കിലും നന്നായിട്ട് ഉറക്കം വരും. എനിക്ക് ഇത് മുഖത്ത് ഇരുന്നിട്ട് എന്തോ ഒരു ഇറിറ്റേറ്റാ. ഇതെങ്ങനെയാലും ഒരു സമാധാനം കിട്ടുള്ളൂ. അതെ അല്ലേ? സാരില്ല മമ്മി, ഇടയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ ഇങ്ങനെ എൻ്റെ ശല്യം. ഞാൻ പോയി കഴിഞ്ഞാൽ മമ്മിയെ ശല്യം ചെയ്യാൻ ആരും ഇല്ലല്ലോ. ഇല്ലില്ല. മമ്മി ഇതൊക്കെ ഇടുമ്പോൾ കഴുത്തേനും കൂടെ ഇടണം, എന്നാലേ കഴുത്തിനും മുഖത്തിനും ഒരേ കളറ് കിട്ടത്തുള്ളേ. ഒരു ഇളം ചുമപ്പ് കളർ വരില്ലേ? ഇല്ല 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 ഇല്ല, അങ്ങനെയൊന്നും വരില്ല. അമ്മ കഴിയുമ്പോ അമ്മയ്ക്ക് അറിയാം അതിന്റെ വ്യത്യാസം. നല്ല സോഫ്റ്റ് ആവും സ്കിന്ന്. ആണോ? മമ്മിയെ പേടിപ്പിക്കാൻ ഒരു കാര്യം പറയട്ടെ. ഇത് മമ്മിയുടെ മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. മമ്മി, ഞാൻ മമ്മിയുടെ മുഖത്ത് സാമ്പിൾ ടെസ്റ്റ് ചെയ്തതാ, എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇടാനായിട്ട്. നീ ഇട്ടില്ലേ? ഞാൻ ഇട്ടതല്ലേ ഇന്നലെ, മമ്മി കണ്ടതല്ലേ ഞാൻ ഇടുന്നേ. പേടിക്കാനില്ല അല്ലേ? പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നോ. എന്നാണേലും ഒന്നും പറ്റാനൊന്നും പോകുന്നില്ല. നല്ല സാധനമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും. ദൈവമേ റിസൾട്ട് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. എത്ര നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം മമ്മി? നമ്മുടെ മുഖത്ത് എന്തിട്ട് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടന്റ് ഒക്കെ ഡ്രൈ ആയി അതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ തുടങ്ങൂലേ, അന്നേരം കഴുകി കളയാം നമുക്ക്. ഒരുപാട് ഡ്രൈ ആവരുത്. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കേടാ.
പിന്നെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അതിൻ്റെ റൂൾസ്. പിന്നെ ഫേസ് പാക്ക് എപ്പോഴും വൈകുന്നേരം ഇടുക, അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് മുറ്റത്തിറങ്ങി ഓരോ പണിയൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ അത് നമുക്ക് കൂടുതൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം സൂര്യപ്രകാശം അടിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ടാൻ ആവാൻ കാരണമാവും. സോ ഫേസ് പാക്ക് എപ്പോഴും നമ്മൾ വൈകിട്ട് രാത്രിയിലൊക്കെ ഇടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ നോക്കുമേ എത്ര മിനിറ്റ് വേണം? അതാ ഞാൻ പറഞ്ഞത്, ഇത് ജസ്റ്റ് ഡ്രൈ ആവാൻ തുടങ്ങുമ്പോൾ കഴുകി കളയാം. 20 മിനിറ്റ്. ഇനിയിപ്പോൾ നമുക്ക് കഴുകി കളയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ ഓക്കെ. നമ്മൾ പകൽ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുക, വീട്ടിനകത്താണേലും പുറത്തിറങ്ങിയാലും ഒക്കെ കേട്ടോ. എനിക്ക് മമ്മിയെ കണ്ടിട്ട് ചിരി വരുന്നു, പാവം മമ്മി. എന്നോട് ചോദിച്ചില്ലേ കയ്യിലൊക്കെ കളറാവുമെന്ന്. ഇത് കണ്ടോ, ഞാൻ എൻ്റെ കൈ വെച്ചാൽ മിക്സ് ചെയ്തേ, ഒട്ടും കളറായിട്ടില്ല കേട്ടോ. ചെറിയൊരു റെഡ്നെസ് വന്നിട്ടുള്ള, ഞാൻ കൈ വൃത്തിയായിട്ട് കഴുകിയില്ല, അതുകൊണ്ടാണ്. ഒട്ടും കളറാവത്തൊന്നുമില്ല, അങ്ങനെ കളർ പിടിച്ചിരിക്കൊന്നുമില്ല. മമ്മിയുടെ സ്കിൻ ഒരു 2 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മമ്മിക്ക് എന്താ തോന്നുന്നേ? എനിക്കും തോന്നുന്നുണ്ട് നല്ലൊരു ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിട്ടിരിക്കണല്ലേ. അതെ അതെ, സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല മാറ്റമുണ്ട് കേട്ടോ. കിച്ചാമണി, നിനക്ക് എന്നാ തോന്നുന്നേ? നല്ല ചേഞ്ച് ഉണ്ട്. എന്റെ ഫേസിന് നല്ല മാറ്റമില്ലേ? ഞാൻ ഇന്നലെ ഇത് യൂസ് ചെയ്ത ഗ്ലോ ആയി. നല്ല ഗ്ലോ ആയില്ലേ? നിനക്കും വേണ്ട ഗ്ലോ? എനിക്ക് തന്നില്ലല്ലോ ആരും. അയ്യ, നിനക്ക് ഞാൻ തൂത്ത് കുഞ്ഞി ഇന്നപ്പള്ളിയല്ലേ. ഞാൻ വന്നപ്പോഴേക്കും എല്ലാരും ഇവിടെ ഇട്ട് കഴുകി കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഗ്ലോ അവളെയുണ്ടല്ലോ എന്നോട് എല്ലാരും ചോദിക്കും കേട്ടോ, ദിവ്യ കിച്ചാവളിയുടെ ഫേസ് എന്താ ശ്രദ്ധിക്കാത്തെന്ന്. നിങ്ങൾക്കൊരു ശ്രദ്ധയില്ല. അയ്യ, ഇനി എന്റെ തലയിലേക്ക് അറിയിക്കാം. അവൾക്ക് എന്നെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവള് യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഇനി നിർബന്ധിച്ച് ഞാൻ ഫേസ് പാക്ക് ഇടിക്കാൻ എനിക്കിപ്പോ സമയമില്ല. അപ്പൊ എന്നാണേലും അല്ല, പിന്നെ അത് ശരിയല്ല. ഇപ്പൊ എന്താണേലും എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലേ അമ്മേ? ഇപ്പൊ ഒരു ബായ് കൊടുത്തേ. ബൈ.